ഉമ്മച്ചി പറഞ്ഞ കേൾക്കണം പറഞ്ഞേ വാപ്പച്ചിനോട് പറഞ്ഞേ ഉമ്മച്ചി പറഞ്ഞ കേൾക്കണം വാപ്പച്ചി പറ തരൂല ഒരു മാസം മുമ്പുള്ള വീഡിയോ ആണ്. എടുത്തു വെച്ചിട്ട് കുറേ ആയി, പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗൊന്നും എടുക്കാനും അറിയില്ല, എഡിറ്റ് ചെയ്യാനും അറിയില്ല. അപ്പോൾ ഫസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, കാക്കൂന് നല്ല രീതിക്ക് ഒരു 10 ദിവസം മുന്നേ തൊട്ട് നല്ല പനിയായിരുന്നു. ആൾക്ക് എന്ത് ചെയ്ത ഹോസ്പിറ്റലിൽ വിളിച്ചാൽ വരില്ലായിരുന്നു. അവസാനം ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ വയ്യാണ്ടായി. അപ്പം ഞങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഒരു നൈറ്റ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത്. 2.5 മണിക്കൂറാണ് അവിടെ ചിലവഴിച്ചത്. നല്ല രീതിക്ക് ക്യാഷ് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചെന്ന് നമ്മളെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതുപോലെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് 2-3 കുപ്പിയിൽ ബ്ലഡൊക്കെ എടുത്ത്, അപ്പോൾ ആളുടെ ഞരമ്പിൽ കുത്തിയപ്പം ആദ്യം ബ്ലഡ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ കയ്യിൽ നിന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. 1-2 ടെസ്റ്റൊന്നുമല്ല, എന്തൊക്കെയോ കുറേ ടെസ്റ്റുകളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ബില്ല് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായിപ്പോയി. 2000-ൻ്റെ അടുത്താണ് ബില്ല് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മരുന്നിൻ്റെ കാര്യം പറയേ വേണ്ട, അതും ഉണ്ടായിരുന്നു ഒരുപാട്. ഏകദേശം നമ്മളുടെ അടുത്ത് 5000-ൻ്റെ മുകളിൽ 2.5 മണിക്കൂർ കൊണ്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ബില്ല് കണ്ടതോടുകൂടി കാക്കൂന് എത്രയും വേഗം വന്നാൽ മതിയായിരുന്നു എന്നുള്ള തോന്നലായിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഇത്രയും വലിയ ആശുപത്രിയിലേക്ക് ഇനി ഇല്ല എന്നും പറഞ്ഞിട്ടാണ് ആളവിടെ നിന്ന് പടി ഇറങ്ങി കേട്ടോ. അവർ ടെസ്റ്റ് മാത്രമല്ല കേട്ടോ, അവർ ഗ്ലൂക്കോസ് കാര്യങ്ങൾ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്ക് നല്ല ഭേദം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കതാണല്ലോ പ്രധാനം. ആളുടെ ആ ഒരു അസുഖമൊന്നും ഇല്ലാതായപ്പോൾ തന്നെ നമുക്കൊരാശ്വാസം. ഇനി ഞങ്ങളിവിടെ നിർത്തിക്കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ പൊളിക്കുമെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു. ഇനിയിപ്പോൾ എന്ത് അസുഖം വന്നാലും വേഗം ഹോസ്പിറ്റലിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ല ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയുള്ളവർ? കമൻറ്റ് ചെയ്യണേ.